കാശുള്ളവനോ കാശില്ലാത്തവനോ എന്ന വലിപ്പ ചെറുപ്പമില്ലാതെ വഴിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരിൽ നിന്ന് ദയാദാക്ഷിണ്യമില്ലാതെ പിഴ ഈടാക്കുമെന്നും 1.5 വർഷം കൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്തമാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ചാവക്കാട് നഗരസഭയിലെ കേന്ദ്രീകൃത ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹരിതകർമ്മസേനയ്ക്ക് 50 രൂപ ഫീസ് കൊടുക്കാൻ മടിച്ച ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നവർ സാമൂഹ്യവിരുദ്ധരാണെന്നും നാടിനെ ശുചിത്വപൂർണ്ണമാക്കുവാൻ എല്ലാവരുടെയും നിസ്വാർത്ഥമായ പിന്തുണ വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാട് നീളെ ഈ പാവം ഹരിതകർമ്മസേനക്കാർ നടന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും ഈ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ചിലരെ ബാധിച്ചിട്ടേയില്ല. ഇനി മാർഗമൊന്നുമില്ല. ബോധവൽക്കരണം അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഇനി മാർഗമുള്ളൂ. ഈ ഹരിതകർമ്മസേനയ്ക്ക് 50 റുപ്യ ഫീസ് കൊടുക്കാൻ മടിച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരുള്ള നാടാണ് നമ്മുടെ നാട്. ഇവർ വരുമ്പോൾ വാതിൽ കൂട്ടിയിട്ട് ബെല്ലടിച്ചാലും തുറക്കാതെ അടച്ചിരിക്കുക, 50 റുപ്യ ലാഭിക്കുക. എന്നിട്ടോ ഈ വീട്ടിലെ വേസ്റ്റും കൊണ്ട് രാത്രി ഇരുട്ടായ കാറോ മോട്ടോർ സൈക്കിളോ എടുത്തിട്ട് തലയിൽ കൂടെ തുറത്തും തൊട്ടിട്ട് ഇറങ്ങുകയാണ്. പറ്റിയൊരു സ്ഥലം കിട്ടണമെങ്കിൽ 4-5 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. ദിവസം 50 റുപ്യയുടെ പെട്രോൾ കത്തിച്ചാലും ശരി, മാസം 50 റുപ്യ ഇവർക്ക് കൊടുക്കുന്നതിലാണ് പിശുക്ക്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസിഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP റിഷ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, ബുഷ്ര ലത്തീഫ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, കൌൺസിലർമാരായ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സൈദാലിക്കുട്ടി, KH സലാം, AA മഹേന്ദ്രൻ, EP സുരേഷ് കുമാർ, TP ഷാഹു, വർഷ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് നന്ദിയും പറഞ്ഞു. ആരോഗ്യ ശുചിത്വ മേഖലയിൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ കേന്ദ്രീകൃത ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത്. നഗരസഭയുടെ പരപ്പിൽ താഴത്തുള്ള 50 സെന്റ് സ്ഥലത്ത് 5800 ചതുരശ്ര അടിയിൽ ദൈനംദിനം 3 മെട്രിക് ടൺ ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റാണ് 1,15 ലക്ഷം രൂപ ചിലവിട്ട് നഗരസഭ നിർമ്മിച്ചത്. പ്ലാന്റിലൂടെ ജൈവമാലിന്യത്തെ തികച്ചും ശാസ്ത്രീയമായി സംസ്കരിച്ച് പോഷകസമൃദ്ധമായ ജൈവവളമാക്കുന്നത് വഴി കാർഷിക മേഖലയ്ക്ക് കൂടി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ.